കാസർഗോഡ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കവർച്ച. പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിലാണ് സംഭവം. മുത്തച്ഛൻ പശുവിനെ കറക്കാൻ പോയപ്പോഴാണ് തട്ടിക്കൊണ്ടുപോയത്. നാട്ടുകാരുടെ തിരച്ചിലിൽ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തി. കണ്ണിനും കഴുത്തിനും പരിക്കേറ്റ കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ 2:30-ക്ക് ശേഷം സംഭവം വിളിച്ചത്. കാരണം ഇന്നലെ അച്ഛനും അമ്മയുണ്ടായില്ല. അമ്മ ടൂർ പോയിട്ടില്ല. അച്ഛൻ സാധാരണ സിറ്റൗട്ടിലാണ് കിടക്കുക. അതിനുശേഷം അച്ഛൻ പശുവുണ്ട്, ഞങ്ങൾ 3-4 പശുവുണ്ട്. അച്ഛൻ 3 മണിക്ക് ശേഷം കറന്നതിന് ശേഷം ഫ്രണ്ട് വാതിൽ അടച്ചിട്ട് ലോക്ക് ചെയ്തില്ല. അതിനുശേഷം കറന്നതിന് ശേഷം വരുമ്പോഴേക്ക് കുട്ടീനെ കാണുന്നില്ല. അടുക്കള വാതിൽ തുറന്നിട്ടുമുണ്ട്. 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കുറേ നമ്മൾ നാട്ടുകാർ മൊത്തം പരിധി. അതിനുശേഷം ഒരു 5 മണിക്ക് ശേഷമാണ് ഒരാൾ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്, ഇങ്ങനെ കുട്ടീനെ കൂടി ഉണ്ടെന്ന്. അവൾക്ക് കാതിൽ കമ്മലും ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പരിക്കുണ്ട്, കഴുത്തിനും ഇതെല്ലാം പരിക്കുണ്ട്, കണ്ണിനും പരിക്കുണ്ട്. ആ സംഭവം ഇല്ല, ആർക്കും പ്രത്യേകിച്ച് അറിയില്ല. അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ സാറ് DYSP SP സാറെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കുട്ടീനെ നോക്കി. കഴുത്തിന് ചെറിയ പരിക്കുണ്ട്, കഴുത്ത് പിടിച്ച് ഞെരിച്ചതിൻ്റെ കണ്ണിന് 2 പരിക്ക്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ഉണ്ട്. ബൈജു, എന്താണ് സംഭവിച്ചത്? കുട്ടിയുടെ നില എങ്ങനെയാണ്? ഒപ്പം ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? പാർവതി, കാഞ്ഞങ്ങാടിനടുത്ത് പടന്നക്കാട് ഒഴിഞ്ഞുവളപ്പിലാണ് ഈ നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 2:30 ഈ കുട്ടിയെ, വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന കുട്ടിയെ, മുത്തശ്ശനൊപ്പമായിരുന്നു കുട്ടി കിടന്നുറങ്ങിയിരുന്നത്. ഈ സമയത്ത് മുത്തശ്ശൻ രാവിലെ പശുവിന് പാൽ കറക്കാൻ പോകുന്ന സമയത്താണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. പിറകു വശത്തെ അടുക്കള ഭാഗത്തുള്ള വാതിലൂടെയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പറയുന്നത്. ആ വാതിൽ തുറന്ന നിലയിലായിരുന്നു. അതിനുശേഷം പുറത്ത് ദൃശ്യങ്ങളിൽ കാണുന്ന വയലിലൂടെ ഇയാൾ അങ്ങോട്ട് കടന്നതായാണ് ഏതായാലും സംശയിക്കുന്നത്. എന്തായാലും ഒരു 500 മീറ്റർ ദൂരെ ഈ കുട്ടിയെ ഈ കാതിലുള്ള സ്വർണവും മറ്റും എടുത്തതിന് ശേഷം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ഈ കുട്ടി അവിടെ തന്നെയുള്ള സമീപത്തുള്ള ഒരു വീട്ടിൽ കോളിംഗ് ബെല്ലടിച്ച് ആ വീട്ടുകാരോട് പറയുകയും പിന്നീട് ഈ കുട്ടിയുടെ അച്ഛനെ അറിയിക്കുകയും ചെയ്തതിനു ശേഷമാണ് കുട്ടിയെ സുരക്ഷിതമായി വീട്ടിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഈ പ്രതിയെ കുറിച്ച് ഇതുവരെ ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീട്ടിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം അല്പസമയത്തിനകം എത്തും. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയും ഉണ്ടാവും. എന്തായാലും വീട്ടുകാരുമായി അടുത്ത് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കാം ഈ നടത്തിയെന്ന ഒരു നിഗമനമാണ്, പ്രാഥമികമായ നിഗമനമാണ് ഉള്ളത്. എന്തായാലും ഇത് മറ്റ് എന്തെങ്കിലും സംഭവം ഇതിന് പിന്നിലുണ്ടോ, അത്തരം കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ കുട്ടി ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ കഴുത്തിനും അതുപോലെ തന്നെ കണ്ണിനും ചെറിയ തോതിലുള്ള പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഈ കുട്ടിയുള്ളത്. എന്തായാലും വലിയ നാടിന് നടുക്കിയ സംഭവമാണ്. കുട്ടിയെ ഏതായാലും സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നത് വലിയൊരു ആശ്വാസമാണ്. അപ്പോഴും ഉറങ്ങിക്കിടുന്ന ഒരു കുട്ടിയെ, 10 വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോകാൻ സാഹചര്യം ഇത് ഒരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവമായി തന്നെ മാറുന്നു. എന്തായാലും കാസർഗോഡ് ഇത്തരത്തിൽ ഒരു വാർത്ത നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും നേരത്തെ കൊച്ചിയിലും മറ്റുമുണ്ടായ സമാനമായ ഒരു സംഭവം കാസർഗോഡും ഉണ്ടായതിന്റെ ഒരു ഞെട്ടൽ എന്തായാലും ഉണ്ട്. എന്തായാലും പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചത്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. ഇയാൾ ആരാണെന്നുള്ളത് CCTVയിൽ ഏതായാലും സമീപത്ത് തൊട്ടടുത്തായ ഒരു വീട്ടിൽ CCTV ദൃശ്യം ഉണ്ട്. പോലീസ് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇതാരാണ്? ഇത് വീട്ടുകാരുമായി പരിചയമുള്ള ആളാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ ഇയാൾക്ക്? ഈ കുട്ടിയെ എന്തിനു ഉപേക്ഷിച്ചു? അത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഏതായാലും കുട്ടി സുരക്ഷിതയാണ്. കുട്ടി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പരിചരണത്തിലാണ്. ജില്ലാ ആശുപത്രിയിൽ പോയിട്ടുണ്ട്. ഏതായാലും പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പാർവതി, ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കാസർഗോഡ് ഉണ്ടായത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയിരിക്കുന്നു. കുട്ടിക്കിടെ കണ്ണിനും കഴുത്തിനും പരിക്കേറ്റു. പോലീസ് വ്യാപകമായി അന്വേഷണം നടത്തുന്നുണ്ട്. CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം സംഭവ സ്ഥലത്തുണ്ട്. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. കുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ പോയ സമയത്താണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്നും KV ബൈജു.